ഹായ്. എൻ്റെ ചോറ്റുപാത്രം ഇവിടെ ആൾക്കാർക്കെല്ലാം വട്ടാണ്, എല്ലാം വട്ടെടുത്തോണ്ട്. ഇതൊന്നും കാണത്തില്ല. എൻ്റെ ചോറ്, തോരൻ, ചമ്മന്തി, ഇനി എന്തോന്ന്, വിഴുക്ക് വരട്ടി. തൈര് എനിക്ക് വേണ്ടേ. തൈര് എനിക്ക് തൊണ്ടവേദന, ഭയങ്കര തൊണ്ടവേദന. ഈ വെള്ളങ്ങളൊത്തി അങ്ങോട്ട് മാറ്റുമോ, എൻ്റെ ക്യാമറ അങ്ങോട്ട് മാറ്റിയിരിക്കുന്നു. ഇത്തിരി നാരങ്ങാച്ചാർ ഇവിടെ ഇട്ടേരെ, ഇവിടെ ഇട്ടേക്കെ. ഇവിടെ ഈ വെള്ളം താഴെ വയ്ക്കുമോ, ഞാൻ പറയപ്പെടുത്തു തന്നാൽ മതി. എൻ്റെ ക്യാമറ അപ്പോഴാണെങ്കിലേ എല്ലാവർക്കും ജോലി തിരക്കും ഓട്ടോ എന്ന് ഇനി നേരെ ആവുമെന്ന് എനിക്കറിയില്ല. എല്ലാം കൂടെ എടുത്തിൻ്റെ കേട്ടോ, നാരങ്ങാച്ചാറാണ്. ഇങ്ങോട്ടൊന്ന് നോക്കിക്കോ. ഉണക്കതാമ കുറേ ജോലിയുണ്ട്, അതുകൊണ്ടാണ് പെട്ടെന്ന് ഒന്നും സംസാരിക്കാതെ കഴിക്കുന്നത്. നമ്മൾ പിന്നെ മീൻകറി വെക്കണ്ടെന്ന് വിചാരിച്ചു. കാരണം ഇന്ന് ചമ്മന്തി ഡേ ആണ്. അപ്പം ഇന്ന് ജോലിയാണ്. അപ്പം അതുകൊണ്ട് നമ്മളിന്ന് മീൻകറി ഒന്നും വെച്ചില്ല. അതുകൊണ്ട് നമുക്കിന്ന് ചോറും ചമ്മന്തി ഇതുകൂടെ വേണം. ഉണക്കമീൻ എനിക്കതാണ് ഇഷ്ടം. ചമ്മന്തി. ഇപ്പോഴേ ചോറ്റുപാത്രത്തിന് നല്ല വ്യൂസ് കുറവുണ്ട്. ഞാനാണെങ്കിൽ മിണ്ടൂല. ഫോളോവേഴ്സ് ഇഷ്ടം പോലെ വരുന്നുണ്ട്. എനിക്ക് ഭയങ്കര സന്തോഷമുണ്ടേ. ഞാൻ എടുത്തു പറയാം. അപ്പം പെണ്ണുങ്ങൾ പറയും അതെന്ത് അങ്ങനെ പറയാം. അങ്ങനെയല്ല, ചേട്ടന്മാരും അനിയന്മാരും ബ്രോസും ഒക്കെ ഒരുപാട് പേര് ഫോളോവേഴ്സ് ഇട്ടിട്ടുണ്ട്. ഈ ഇത്തിരി ഗൗരവം കൂടുതൽ ആണുങ്ങൾക്കാണെന്ന് പറയൂലേ, ആണുങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടല്ലോ എന്നിട്ടാണ് അങ്ങനെ പറയുന്നത്. ഉണ്ടമുളവിൻ്റെ ചമ്മന്തിയാണ്. ഉണ്ടമുളവെന്ന് വെച്ചാൽ വളരെ ഹെൽത്തിയാണ് ഉണ്ടമുളക്. നമ്മുടെ ശരീരത്തിന് ഏറ്റവും നല്ല സംഭവങ്ങളാണ് ഉണ്ടമുളവിൽ നിന്ന് കിട്ടുന്നത്. അപ്പോൾ ആ ഉണ്ടമുളവിൻ്റെ ചമ്മന്തിയും മഞ്ഞ നാരങ്ങ ചേർത്ത് പൊളിമാസ്. ഒത്തിരി ചമ്മന്തി ഇട്ടാൽ മതി കേട്ടാ. നല്ല എരിവ്. ചന്തയിൽ നിന്ന് വാങ്ങിക്കൊണ്ട് വന്നേന്, കിളിമാനൂർ ചന്തയിൽ നിന്ന്. അത് പൊളിച്ച് അങ്ങനെ നമ്മൾ കഴിക്കണം. ഇപ്പോഴും ഒരു ചേച്ചി മെസ്സേജ് അയച്ചു, ഇപ്പം അച്ചാറിന് ഓർഡർ തന്നു. മോളെ വീഡിയോകളെല്ലാം കാണുന്നതാണ് ബേബി സരോജ. ഒരുപാട് സന്തോഷം. ഒരുപാട് പേര് അങ്ങനെ വരുന്നുണ്ട്. അത് വലിയ സന്തോഷം. വെള്ളമൊക്കെ എടുത്ത് കുടിയിടി. ഇതാ അവള് ചമ്മന്തിപ്പൊടി ഉണ്ടാക്കുന്നതിൻ്റെ ഇതിലാണ്. എൻ്റെ ചോറ്റുപാത്രം ഒന്നുമില്ല. ഇന്നലെ ആരോ ചോദിച്ച് കാക്കച്ചിയും ചേച്ചി എന്ത് ഫ്രൈ എടുക്കാത്തതെന്ന്. രാജേശ്വരി ചേച്ചിയാണെന്ന് തോന്നുന്നു. അതൊന്ന് പിന്നീട്. അപ്പോൾ തോനെയും തിന്നാനൊന്നും തോന്നുന്നില്ല. വെള്ളം കുടിച്ച് ചൂട്, ഭയങ്കര ചൂട്. ഒരുപാടൊന്നും കഴിക്കാൻ പറ്റത്തില്ല. വെള്ളങ്ങളും ഒരുപാട് കുടിക്കുന്നു. അപ്പം അങ്ങനെയാണ്. അപ്പോൾ നമ്മൾ MC റോഡിലാണ്. തിരുവനന്തപുരത്തേക്ക് പോകുന്നവർ കോട്ടയത്ത് നിന്ന് കൊട്ടാരക്കര കഴിഞ്ഞ് ആയൂരും ചടയമംഗലവും ഒക്കെ കഴിഞ്ഞ് വരുമ്പോൾ നിലമേലും കഴിഞ്ഞ് തൊട്ടടുത്ത് കണ്ണങ്കോട് എന്ന് പറയുന്ന സ്ഥലത്ത് MC റോഡിൽ തന്നെ നമ്മളുള്ള. അപ്പം നമ്മളൊരു പ്രധാനപ്പെട്ട ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു. അവർ ചോദിച്ച് കൊട്ടാരക്കര അടുത്തല്ലേ എന്ന്. ഒരിക്കലും അല്ല, ഞാൻ ആ വഴി പറഞ്ഞാണ്, MC റോഡിലെ വഴി പറയുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മളുള്ളത് കിളിമാനൂർ എത്തുന്നതിന് മുന്നേ MC റോഡിലാണ്. തിരുവനന്തപുരം ഇതിപ്പോൾ കൊല്ലം ജില്ലയാണ്, പക്ഷേ തിരുവനന്തപുരം ജില്ലയിലോട്ട് കടക്കും ഉടനെ. അങ്ങനത്തെ ഒരു ഇതിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ചോറ്റുപാത്രം. ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും സ്വാഗതം ചോറ് കഴിക്കാനായിട്ട്. എല്ലാവരും കയറി വായോ.